ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. കുഞ്ഞിന് തൂക്കം കൂടുക എന്ന് പറഞ്ഞാൽ അത് വെറും കൊഴുപ്പ് കൂടുക എന്നല്ല. കുഞ്ഞിന് നല്ല കരുത്തും ബലവുമുള്ള ശരീരവും ഉണ്ടാകണം. ഇതിന് ആഹാരത്തിലെ പ്രോട്ടീൻ വളരെ പ്രധാനമാണ്. പല അമ്മമാരും പ്രോട്ടീൻ അടങ്ങിയ ആഹാരം നൽകുന്നുണ്ടെങ്കിലും അത് ശരീരത്തിൽ പിടിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു നേഴ്സ് എന്ന നിലയിൽ പ്രോട്ടീൻ എങ്ങനെ നൽകിയാലാണ് കുഞ്ഞിൻ്റെ പേശികൾ വളരുക എന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പഞ്ചസാരയോ മാവോ അടങ്ങിയ ആഹാരം അമിതമായി നൽകിയാൽ കുഞ്ഞിന് വണ്ണം വയ്ക്കും. പക്ഷേ ആ വണ്ണം ആരോഗ്യകരമല്ല. യഥാർത്ഥ തൂക്കം എന്നത് പേശികളുടെ വളർച്ചയാണ്. പ്രോട്ടീൻ ധാരാളമായി ഉള്ളിൽ ചെന്നാൽ മാത്രമേ കുഞ്ഞിൻ്റെ കൈകാലുകൾക്ക് ബലം ലഭിക്കൂ. അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാതിരിക്കാനും ഉയരത്തിനനുസരിച്ചുള്ള തൂക്കം ഉണ്ടാകാനും പ്രോട്ടീൻ ഡയറ്റ് നിർബന്ധമാണ്. പ്രോട്ടീൻ സമ്പന്നമായ ആഹാരം നൽകുമ്പോൾ അത് കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങളുടെയും പേശികളുടെയും വളർച്ചയെയും സഹായിക്കുന്നു. ഇതുവഴി കിട്ടുന്ന തൂക്കം കുഞ്ഞിന് നല്ല കരുത്ത് നൽകും. പല അമ്മമാരും മുട്ടയുടെ മഞ്ഞ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. എന്നാൽ പേശികൾ വളരാൻ ആവശ്യമായ കംപ്ലീറ്റ് പ്രോട്ടീൻ ഉള്ളത് മുട്ടയുടെ വെള്ളയിലാണ്. 1 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഒരു മുട്ട മുഴുവനായി നൽകി തുടങ്ങണം. മുട്ട പുഴുങ്ങി നൽകുന്നതാണ് ഏറ്റവും നല്ലത്. മുട്ടയിലെ പ്രോട്ടീൻ കുഞ്ഞിൻ്റെ ഉയരം വർദ്ധിപ്പിക്കാനും ശരീരത്തിന് നല്ല ആകൃതി കിട്ടാനും സഹായിക്കും. ആഴ്ചയിൽ ചുരുങ്ങിയത് 4-5 മുട്ടയെങ്കിലും നൽകാൻ ശ്രമിക്കുക. മാംസാഹാരങ്ങൾ കഴിക്കാത്ത കുട്ടികൾക്ക് പ്രോട്ടീൻ നൽകാൻ ഏറ്റവും നല്ലത് പയറുവർഗ്ഗങ്ങളാണ്. ചെറുപയർ, കടല, വൻപയർ എന്നിവ മുളപ്പിച്ച് നൽകുന്നത് വഴി ഇതിലെ പ്രോട്ടീൻ മൂല്യം ഇരട്ടിയാക്കാം. ഇത് ദഹിക്കാൻ അല്പം പ്രയാസമായതുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും നൽകാൻ ശ്രദ്ധിക്കണം. പരിപ്പ് വർഗ്ഗങ്ങൾ ചോറിൽ ചേർത്ത് നൽകുമ്പോൾ അതിലേക്ക് അല്പം നെയ്യ് കൂടി ചേർത്താൽ പ്രോട്ടീനും കലോറിയും ഒരുപോലെ കുഞ്ഞിന് ലഭിക്കും. നമ്മൾ പ്രോട്ടീൻ നൽകുന്ന സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കുഞ്ഞ് നന്നായി കളിച്ചു കഴിഞ്ഞ് വിശന്നിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ പ്രോട്ടീൻ നൽകുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ശരീരം ആക്റ്റീവായി ഇരിക്കുന്ന സമയത്താണ് പേശികൾക്ക് പ്രോട്ടീൻ കൂടുതൽ ആവശ്യമായി വരുന്നത്. രാത്രിയിൽ കഠിനമായ പ്രോട്ടീൻ ആഹാരങ്ങൾ നൽകുന്നത് ദഹനക്കേടിന് കാരണമായേക്കാം. അതുകൊണ്ട് ഉച്ചഭക്ഷണത്തിൽ നിർബന്ധമായും മീനോ മുട്ടയോ പരിപ്പോ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. പ്രോട്ടീൻ നൽകിയാൽ മാത്രം പോരാ, അത് രക്തത്തിൽ അലിയുകയും വേണം. അതിന് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അയൺ പോലെ തന്നെ പ്രോട്ടീൻ ആഗിരണത്തിനും വിറ്റമിൻ സി സഹായിക്കും. ആഹാരത്തിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഓറഞ്ച് നീരോ നാരങ്ങ നീരോ കുഞ്ഞിന് നൽകുന്നത് നല്ലതാണ്. അമിത അളവ് ഒഴിവാക്കണം. അതായത് ഒരേ സമയം ഒരുപാട് പ്രോട്ടീൻ നൽകരുത്. അത് കുഞ്ഞിൻ്റെ കിഡ്നിക്ക് ആയാസം നൽകിയേക്കാം. ചെറിയ അളവിൽ പല തവണകളായി നൽകാൻ ശ്രമിക്കുക. അപ്പോൾ അമ്മമാരെ, ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രോട്ടീൻ കേവലം തൂക്കം കൂട്ടാൻ മാത്രമല്ല, കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ആവശ്യമാണ് എന്നതാണ്. ശരീരത്തിലെ ആൻറ്റിബോഡികൾ നിർമ്മിക്കപ്പെടുന്നത് പ്രോട്ടീൻ ഉപയോഗിച്ചാണ്. തൂക്കം കുറവായ കുട്ടികൾക്ക് പെട്ടെന്ന് അലർജിയും ഇൻഫെക്ഷനും വരുന്നത് അവരുടെ ഉള്ളിൽ പ്രോട്ടീൻ്റെ കുറവുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നല്ല പ്രോട്ടീൻ ഡയറ്റിലൂടെ തൂക്കം കൂട്ടിയാൽ കുഞ്ഞ് ഇടയ്ക്കിടെ അസുഖം വന്ന് മെലിഞ്ഞു പോകുന്നത് നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.